ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ബീഫ് പെരട്ടും കപ്പ വേവിച്ചതുമാണ്. ആദ്യം തന്നെ നമ്മൾ ബീഫ് കട്ട് ചെയ്തിട്ടാണ് അവർ തന്നത്. ബീഫ് നന്നായിട്ട് കഴുകി മസാലയൊക്കെ പുരട്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, കറിവേപ്പില ഇത്രയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ചീനിച്ചട്ടിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ശകലം നമ്മൾ അതിൻ്റെ കൂടെ വഴട്ടുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് വഴട്ടി വെച്ചിരുന്നു. കാരണം അത് ചെറിയ ചീനിച്ചട്ടിയിൽ വെക്കുന്നതെന്ന് വിചാരിച്ച് നമ്മൾ ഗ്യാസിൽ നേരത്തെ തേങ്ങാക്കൊത്ത് അങ്ങ് വഴട്ടിയായിരുന്നു. അപ്പോൾ അമ്മ ബീഫ് കഴുകിക്കൊണ്ട് വന്നപ്പോഴാണ് വലിയ ചീനിച്ചട്ടിയിലാണ് വെക്കുന്നതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അമ്മ ഗ്യാസിൽ വെക്കില്ല, ഇവിടെ അടുപ്പിലാണ് ബീഫും ചിക്കനും മീനും ഒക്കെ ആണല്ലോ ഇവിടെ അടുപ്പിൽ വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്. അടുപ്പിലേ വെക്കാൻ അമ്മ സമ്മതിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുപ്പിലേക്ക് മാറ്റി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴട്ടി അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത് നേരത്തെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി വെച്ചിരുന്നു, അതും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കൊച്ചുള്ളി ആഡ് ചെയ്യുവാണ്. അതിൻ്റെ കൂടെ സവാള ചേർത്തില്ല, നമ്മൾ കൊച്ചുള്ളി മാത്രമാണ് എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളി നല്ലതായിട്ട് അരിഞ്ഞ് മിക്സ് ചെയ്ത് ഓൺ വോയിസ് വീഡിയോ ചെയ്തൊന്നും വലിയ പരിചയമില്ല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മുടെ തേങ്ങാക്കൊത്ത്, ചെറിയ ഉള്ളി എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം നല്ലതായിട്ട് വഴണ്ട് കിട്ടും. നല്ല രീതിയിൽ നമുക്ക് സെറ്റായിട്ട് കിട്ടിയായിരുന്നു. അതിനകത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച ബീഫ് ഇടുകയാണ്. അമ്മ പറയുന്നത് ഇത് നല്ലതായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് വഴട്ടിയിട്ടാണ് നമ്മൾ ഇനി വേറെ പൊടികളൊക്കെ അതിനകത്ത് ചേർക്കുമല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ലതായിട്ട് ബീഫ് ഇട്ട് ഞങ്ങൾ അത് മിക്സ് ചെയ്യുകയാണ് അമ്മ. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് മിക്സ്. നമ്മുടെ ബീഫ് ഇതാ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലതായിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കാനായിട്ട് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും, നമ്മുടെ ബീഫ് വേണ്ട നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. കുറച്ചും കൂടെ ആവാനുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ നമ്മുടെ ബീഫൊക്കെ നല്ല പെരണ്ട് വന്നിട്ടുണ്ട്. ബീഫ് മാത്രമല്ല, നമുക്ക് കപ്പയുണ്ട്. കപ്പ വേവിക്കാനായിട്ട്, കപ്പ വേവിക്കുക തന്നെയല്ലോ അത്. കപ്പ കുഴച്ച് പല നാട്ടിലും പലതാണ് പറയുന്നത്. അതിനായിട്ട് തന്നെ കപ്പ നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്പെഷ്യലായിട്ട് അമ്മയുടെ ബീഫ് പെരട്ടും കപ്പ വേവിച്ചതുമാണ്. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സൗണ്ട് കേൾക്കുന്നത് നിങ്ങൾ വിചാരിക്കില്ല, ഇതാണ് നോക്കുമ്പോഴാണ് സൗണ്ട് കേൾക്കുന്നത്. നമ്മൾ തേങ്ങയൊക്കെ ചതച്ച് വെച്ചിരിക്കുന്ന കപ്പയ്ക്ക് ചേർക്കാനുള്ളത്. ഹലോ, നമ്മുടെ കപ്പയും ദാണ്ട വെന്തിരിക്കുന്നു, നല്ല രീതിയിൽ സെറ്റായി. അമ്മ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അമ്മയാണ് ചെയ്യുന്നത് കേട്ടോ. ആവിയുടെയും കൊണ്ടാന്ന് തോന്നുന്നു, ആവി വരുന്നതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല. കപ്പയും വെന്തു, കപ്പ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പയും ബീഫ് പെരട്ടും നല്ല ടേസ്റ്റ് ഉണ്ടോ അമ്മേ? നല്ലതായിട്ട് വേവുന്ന കപ്പയായിരുന്നു, അതുകൊണ്ട് നല്ല രീതിയിൽ വെന്ത് അരപ്പാര റെഡിയാക്കിയോ?
ഇവിടെ അമ്മയും എല്ലാവരും കൂടെ എങ്ങനെ ഹെൽപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ഞാൻ വെച്ച അതുകൊണ്ട് അങ്ങനെ നല്ല തമാശയാണേ. ബീഫും കപ്പയും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ശകലം ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇല വെട്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല വെട്ടിയിട്ട് അതിൽ വിളമ്പി എല്ലാവരും താഴെ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. ഇല വെട്ടി ചോറും എല്ലാം വിളമ്പി വെച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കും. അതൊരു പ്രത്യേക സന്തോഷമാണ്, പ്രത്യേക ഒരു വൈബാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ. ഓക്കെ, ബൈ ബൈ, സീ യു.